നമ്മുടെ എല്ലാവരുടെയും പറമ്പിൽ വ്യത്യസ്തങ്ങളായ ജാതി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ചിലതൊക്കെ നല്ലതായിരിക്കും, ചിലത് മോശമായിരിക്കും. വ്യത്യസ്തങ്ങളായ കായ്കൾ പത്രിയൊക്കെ ഉണ്ടാവും. ചിലത് നമുക്ക് ഒട്ടും തൃപ്തികരമായിരിക്കില്ല. അതിൻ്റെ തീരെ ചെറിയ കായും പത്രിയൊക്കെ ആണെങ്കിൽ നമ്മളത് കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാ പെറുക്കാനും കൂടുതൽ എണ്ണം പെറുക്കാനും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ പ്രോഫിറ്റ് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ആ ചെടിയെ ഒന്ന് പുതുക്കിയെടുക്കാവുന്ന ഒരു സ്കീമാണ് ഞാൻ പറയുക. അപ്പോൾ ഇത് ഞാൻ ടോപ്പ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജാതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വന്ന ഷൂട്ടുകളാണ് ഇതൊക്കെ. അതിൽ ബഡ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ മാതൃവൃക്ഷത്തിൻ്റെ ബ്രാഞ്ചുകളാണ് ഈ കാണുന്നത്. അത് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനിത് ഇവിടെ ഒന്ന് ബഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ബഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും പുതിയ ബഡുകളാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ വെറൈറ്റി, നല്ല വെറൈറ്റിയാണ് ഇതിൽ ബഡ് ചെയ്തിരിക്കുക. ഇന്നത്താനും നല്ല വെറൈറ്റി ബഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഇഷ്ടംപോലെ വേരുകളുണ്ട് അടിയിലേക്ക്. അപ്പോൾ ഈ സ്റ്റെം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മുകളിലേക്ക് നല്ല കരുത്ത് പുതിയ ഷൂട്ടുകൾക്കുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു 2 വർഷം കൊണ്ട് തന്നെ നമ്മൾ ബഡ് ചെയ്യുന്ന ജാതി കായ്ച്ചു കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് മോശമായിട്ടുള്ള, നമുക്ക് ഉൽപ്പാദനം കുറഞ്ഞൊരു ജാതി നമുക്കൊരു നല്ല ഇനം ആക്കണമെങ്കിൽ ഒരു പുതിയ തൈ വാങ്ങിച്ചു വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് പെട്ടെന്ന് തന്നെ 2 വർഷം കൊണ്ട് തന്നെ ഒരു ജാതി വളർത്തി കായ്പിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ ടോപ്പ് വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ആവശ്യമില്ലാത്ത ഷൂട്ടുകൾ വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ചെടിയുടെ വളർച്ചയ്ക്ക് അതൊരു മെച്ചമായിരിക്കും. പ്രൂൺ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിന് ഞാൻ ബഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബഡ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടോപ്പ് കട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ അനാവശ്യമാണ്, ഇതിന് ആവശ്യമില്ല. പിന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ബഡ് പിടിച്ചതാണ്. നല്ല കരുത്തോടുകൂടി വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വളരുന്നുണ്ട്. ഇപ്പോൾ 2 ബഡായി. പിന്നെ ഇതിൽ ഞാൻ ടെസ്റ്റ് ചെയ്തതായിരുന്നു, ഇത് വിജയിച്ചില്ല. പിന്നെ ഇത് ഞാൻ ബഡ് ചെയ്തതാണ്, ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം സക്സസ് ആയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് വിടാം. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വിടുക. ഇതുപോലെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി 2-3 ബഡ് പിടിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി ആവശ്യമില്ലാത്തതിനെയൊക്കെ കട്ട് ചെയ്ത് കളയുവാണ്.